സഹോദരിമാരെ, സഹോദരങ്ങളെ, ഗുരുജനങ്ങളെ, നിങ്ങളെ നേരിൽ കാണുവാൻ, നേരിൽ കണ്ട് ഓട്ടഭ്യർത്ഥിക്കുവാൻ, നിങ്ങളുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഏറ്റുവാങ്ങുവാൻ കാട്ടാക്കടയുടെ NDAയുടെ കരുത്തനും കർമ്മധീരനുമായ സാരഥി ശ്രീ PK കൃഷ്ണദാസ് ഇതായി വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. നാടിന്റെ നന്മകൾ കൂത്തുവിടരുവാൻ, കാട്ടാക്കടയുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ നിങ്ങൾ നേരിൽ കണ്ട് ഓട്ടഭ്യർത്ഥിച്ചുകൊണ്ട് കാട്ടാക്കടയുടെ NDA സ്ഥാനാർത്ഥി ശ്രീ PK കൃഷ്ണദാസ്, ഈ നാടിന്റെ പൊന്നോമന പുത്രൻ, നമ്മുടെ സ്വന്തം ദാസേട്ടൻ ഇതായി വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. സെക്രട്ടറി ശ്രീമതി താര അവർ ക്ഷണിക്കുന്നു. ബാലഗോകുലം രക്ഷാധികാരി അശ്വതിയെ ക്ഷണിക്കുന്നു. മുതിർന്ന BJP പ്രവർത്തകൻ ശ്രീ ചന്ദ്രശേഖരൻ നായർ, മറ്റൊരു BJP പ്രവർത്തകൻ ശ്രീ തങ്കപ്പൻ, ശ്രീമതി ശാരദ, ഹിന്ദു ഐക്യവേദി രക്ഷാധികാരി ശ്രീ ശിവരാജൻ, ശ്രീ ശ്രീകുമാരൻ നായർ, വാർഡ് പ്രസിഡന്റ് ശ്രീ ശ്രീകുമാരൻ നായർ എന്നിവരെ ക്ഷണിക്കുന്നു. മോർച്ചയ്ക്ക് വേണ്ടി ശ്രീ രാജേഷ്, പ്രമോദ്, ശശികുമാർ എന്നിവരെ ഏവർക്കും ക്ഷണിക്കുന്നു. നൽകിയ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ മുന്നിലേക്കെത്തിക്കൊണ്ട് അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും സാധ്യമല്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ വിനയപൂർവ്വമായ നമസ്കാരം. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെല്ലാവരുടെയും വിലപ്പെട്ട വോട്ടുകൾ താമര അടയാളത്തിൽ രേഖപ്പെടുത്തി ഒന്നിച്ച് ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് താഴ്മയോടുകൂടി അഭ്യർത്ഥിക്കാനാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. വികസിത കേരളവും വികസിത കാട്ടാക്കടയും സൃഷ്ടിക്കാൻ BJPക്കും NDAക്കും അതോടൊപ്പം നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള വികസനത്തിൻ്റെയും ജനക്ഷേമത്തിൻ്റെയും രാഷ്ട്രീയത്തിന് മാത്രമേ കഴിയൂ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ നിങ്ങളെ വിലയേറിയ വോട്ടുകൾ താമര അടയാളത്തെ രേഖപ്പെടുത്തണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഇനി കോൺഗ്രസിൻ്റെയും CPMൻ്റെയും വഞ്ചനയുടെ രാഷ്ട്രീയം, അഴിമതിയുടെ രാഷ്ട്രീയം, വിവാദത്തിൻ്റെ രാഷ്ട്രീയം, തീവട്ടിക്കൊള്ളയുടെ രാഷ്ട്രീയം അത് നമുക്ക് ആവശ്യമില്ല. മറിച്ച് നമ്മുടെ മക്കൾക്ക് അഭിമാനത്തോടെ അന്തസ്സോടെ ജീവിക്കാൻ, അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാൻ, അവർക്ക് ഒരു തൊഴിൽ ലഭിക്കാൻ അതിന് പറ്റിയ സാഹചര്യം സൃഷ്ടിക്കുന്ന, അതിന് പറ്റിയ സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു വികസിത കേരളവും വികസിത കാട്ടാക്കടയും ഉണ്ടാവണം. ഇത് മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും സാധ്യമല്ല. പക്ഷേ BJPക്ക് സാധ്യമാണ്, NDAക്ക് സാധ്യമാണ് എന്ന് 11 വർഷക്കാലത്ത് നരേന്ദ്രമോദിയുടെ സൽഭരണം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു മാറ്റത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരുടെയും വിലയേറിയ വോട്ട് താമരയിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ മനുഷ്യർക്ക് മാത്രമല്ല രക്ഷയില്ലാത്തത്, ദൈവത്തിന് പോലും രക്ഷയില്ല. ഭഗവാൻ അയ്യപ്പന്റെ സ്വർണം പോലും ഇവർ മോട്ടിച്ചില്ല. ശബരിമലയിൽ ഭഗവാൻ അയ്യപ്പന്റെ സ്വർണം മോട്ടിച്ചത് ഗുണ്ടാ സംഘമല്ല, മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വമാണ്, കോൺഗ്രസിന്റെ നേതൃത്വമാണ്. ഈ ശബരിമലയിൽ ഭഗവാൻ അയ്യപ്പന്റെ സ്വർണം മോട്ടിച്ച മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും ഇനിയും പ്രിയമുള്ളവരെ വോട്ട് കൊടുക്കണമോ? ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾ ചോദ്യം അതാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, ഞങ്ങൾക്കറിയാം, ഈ കണ്ടലയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ കണ്ടലയില് പാവപ്പെട്ടവന്റെ സാധാരണക്കാരുടെ വിയർപ്പും രക്തവുമാണ് ഈ കണ്ടല ബാങ്കിൽ നിക്ഷേപിച്ചത്. പക്ഷേ നിന്ന് നിക്ഷേപിച്ച് കണ്ടല ബാങ്കിൽ നിക്ഷേപിച്ച നിക്ഷേപകർ ഇന്ന് വഴിയാധാരമാണ്. പലരും ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. ഇതെന്താ പരിഹാരം? ഇപ്പൊ ആരാണ് ഉത്തരവാദി? ഈ കണ്ടല ബാങ്ക് തകർത്തതിന്റെ പിന്നിൽ നമ്മുടെ സ്ഥലം MLAയുടെ കറുത്ത കരങ്ങളുണ്ട് എന്ന് ഇപ്പൊ പകൽ പോലെ വ്യക്തമായിരിക്കുന്നു.
അതുപോലെ തന്നെ ഇവിടുത്തെ നിക്ഷേപകർക്ക് അവർ നിക്ഷേപിച്ച തുക തിരിച്ചു നൽകും. അതിന് 6 കോടി രൂപ പാസാക്കിയിട്ടുണ്ട്, ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നിക്ഷേപകരെ കബളിപ്പിച്ച MLA-ക്കെതിരായിട്ടുള്ള വികാരം ഇവിടെ ശക്തമാണ്. ഞാൻ സൂചിപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, കണ്ടല ബാങ്കില് നിക്ഷേപകരോടൊപ്പമാണ് ഭാരതീയ ജനതാ പാർട്ടി. അവരുടെ രക്തത്തിന്റെ വിയർപ്പിന്റെ ഭാഗമാണ് അവരെ നിക്ഷേപിച്ചത്. ആ നിക്ഷേപിച്ച തുക തിരിച്ചു കൊടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ഏതറ്റം വരെയും പോകും. അത് യാതൊരു സംശയവും. ഇതിൽ കോൺഗ്രസുകാരെ വിശ്വസിക്കാൻ കഴിയില്ല. കാരണം എന്താ, അപ്പുറത്തെ പള്ളിച്ച കോപ്പറേറ്റീവ് ബാങ്കിൽ 100 കോടി രൂപ മോഷ്ടിച്ചവരാണ് കോൺഗ്രസുകാർ. അതിവിടെ നടന്ന തട്ടിപ്പിൽ 100 കോടി രൂപയുടെ നഷ്ടമാണ് ബാങ്കിന് ഉണ്ടായത്. കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടി തമ്മിൽ രണ്ടും രണ്ടല്ല ഒന്നാണെന്ന യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിനെയും മാറ്റി നിർത്തി ഭാരതീയ ജനതാ പാർട്ടി NDA സ്വീകരിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാകണമെന്നും നിങ്ങളതിന് തയ്യാറാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ നിങ്ങളുടെ കൈകളിൽ നേരിട്ടെത്തിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തനും കർമ്മധീരനുമായ സാരഥി ശ്രീ PK കൃഷ്ണദാസിനെ താമരയടിയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതാ നിങ്ങളുടെ നേരിൽ കാണുവാൻ, നേരിൽ കണ്ടോട്ട് അഭ്യർത്ഥിക്കുവാൻ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ഇതാ ഇതുവഴി കടന്നു വരികയാണ്. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. 1000 ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഭാഷയിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ